ഈ തെരഞ്ഞെടുപ്പ് CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മികച്ച വിജയം നൽകി എന്ന വസ്തുതയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ വിശകലനം ചെയ്തത്. ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ തുടർഭരണം നേടാനായി 1957-ലും 67-ലും അധികാരത്തിൽ വന്നപ്പോഴും 1980-ൽ അധികാരത്തിൽ വന്നപ്പോഴും ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് തുടരാനായത്. 87-ൽ 4 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടായത്. പിന്നീട് നമ്മൾ 87 മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി മുന്നണികൾ അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇതാദ്യമായി ഇടതുപക്ഷ തുടർഭരണം LDF-ന് നേടാനായി. CPIM-നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രർ ഉൾപ്പെടെ 67 സ്ഥാനങ്ങളിൽ ജയിച്ചത് കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ MLA സ്ഥാനങ്ങളാണ്. കഴിഞ്ഞ കാലത്ത് ഉണ്ടായതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ 5 വർഷക്കാലവും നടക്കേണ്ടായി. അവസാന വർഷമായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ടിടപെട്ടു തുടങ്ങി. ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങളാണ് നടത്തിയത്. UDF, BJP, കേന്ദ്ര ഏജൻസികൾ ഇവരെല്ലാം ഒരുമിച്ച് കൈകോർത്താണ് ഇടതുപക്ഷ തുടർഭരണം ഒഴിവാക്കാൻ പ്രവർത്തിച്ചത്. ഒരാൾ പറയുന്നത് മറ്റൊരാൾ ആവർത്തിക്കുന്ന ശൈലിയുമുണ്ടായി. പ്രതിപക്ഷം പറയുന്നത് കേന്ദ്ര ഏജൻസികളും കേന്ദ്ര ഏജൻസികൾ പറയുന്നത് പ്രതിപക്ഷവും എന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളും ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ പരമാവധി പ്രവർത്തിക്കേണ്ടായി. ഇതിനെല്ലാം അതിജീവിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തുടർഭരണത്തിലെത്തിയിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിപുലമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലുണ്ടായ സമഗ്രമായ മാറ്റങ്ങളുണ്ട്. അതെല്ലാം ഇടതുപക്ഷ ഭരണത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. കാർഷിക പരിഷ്കരണ നിയമം, സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം, അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ സാക്ഷരത, കേരളത്തിൻ്റെ അഭിമാനമായ സാമൂഹ്യമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച പരിഷ്കരണ നിയമങ്ങളായിരുന്നു ഇവയെല്ലാം. അതിനെ മെച്ചപ്പെടുത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിശ്രമിച്ചത്. വലിയ മുന്നേറ്റമുണ്ടായി.
വിശേഷിച്ച് പൊതുവിദ്യാഭ്യാസ ഘടനയിൽ ഗുണപരമായ വലിയ മാറ്റമുണ്ടാക്കി. ആരോഗ്യ മേഖലയിൽ മികച്ച മുന്നേറ്റമുണ്ടായി. പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ വിജയമുണ്ടായി. കാർഷിക വ്യാവസായിക മേഖലയിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കിയ കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം. വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ മികവ് പ്രകടിപ്പിക്കാൻ പഞ്ചായത്തുകൾക്ക് അവസരം കിട്ടി. നന്നായി പ്രവർത്തിച്ചു. നമ്മുടെ സഹകരണ മേഖല അതിനെതിരായി വന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച് നിൽക്കാനായി. ആ നിലയിൽ ആധുനിക വിജ്ഞാന സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ ചുവടുകൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലുണ്ടായി. നമുക്ക് ഈ കേരള മാതൃകയുടെ വളർച്ചയാണ്, പുതിയ കേരള മാതൃക സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി പരിശ്രമിക്കാൻ പോകുന്നത്. നാം ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ, മാറ്റങ്ങൾ, സാമൂഹ്യ തുല്യതയുടെ അവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചു. പുതിയ പരിശ്രമം 35 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള പരിശ്രമമാണ്. അടിസ്ഥാന സൗകര്യ വിപുലീകരണം കൂടുതൽ വിശാലതയിലേക്ക് വളർത്താനാണ്. അതുകൊണ്ട് തന്നെ ലോകം അംഗീകരിച്ച കേരള മാതൃകയുടെ പുതിയ മുന്നേറ്റം, പുതിയ കേരള മാതൃക അത് സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ വികസനത്തിലും ഭാവിയിലും തൽപരരായ എല്ലാവരുടെയും പിന്തുണയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. എല്ലാ വിഭാഗം മലയാളികളുടെയും പിന്തുണ ഈ പുതിയ ലക്ഷ്യത്തിനായി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് സഹായകരമായ രൂപത്തിൽ പാർട്ടിയുടെ അടിത്തറയും ഗുണപരമായ മികവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനും CPIM കേരള സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി വിദ്യാഭ്യാസ പരിപാടികൾ വിപുലപ്പെടുത്തുക, അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും സംഘടനാപരവുമായ കുറവുകളെ പരിഹരിച്ച് തിരുത്തുക, സമൂഹത്തിൽ യുക്തിബോധവും ശാസ്ത്രാവബോധവും വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക, സമൂഹത്തിൻ്റെ പൊതുബോധത്തെ വലതുപക്ഷവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ കേരളത്തിൻ്റെ പുരോഗതിയിൽ മികവാർന്ന ജനകീയ അടിത്തറയും ആശയ പ്രത്യയശാസ്ത്ര കെട്ടുറപ്പുമുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം വിനയാന്വിതരായി നിലയുറപ്പിച്ച് കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി CPIM മാറ്റണം
എന്നും ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ട ചുമതലകൾ 20 മുൻഗണനാക്രമം നിശ്ചയിച്ച് 20 ചുമതലകൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിലെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്ത് ആ അനുഭവം റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലങ്ങളിലും നല്ല മത്സരം നമ്മൾ സംഘടിപ്പിച്ചതാണ്. മികച്ച തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ചില പോരായ്മകൾ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ട്. പാർട്ടി അത്തരം കാര്യങ്ങളെ ഗൗരവപൂർവ്വമാണ് സമീപിക്കാറ്. ഇപ്പോൾ 2 ഘടകകക്ഷി നേതാക്കൾ പാലായിൽ ശ്രീ KM മാണിയുടെ മകൻ കൂടിയായ ശ്രീ ജോസ് കെ മാണി പരാജയപ്പെടുകയുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അതുപോലെ തന്നെ LJDയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാർ പരാജയപ്പെട്ടു. ജയിക്കേണ്ട ചില നിയോജകമണ്ഡലങ്ങളിൽ സംഘടനാപരമായ പരിമിതികളുണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആ നിലയിൽ പരാജയപ്പെട്ട ചില മണ്ഡലങ്ങളിലെ പോരായ്മകൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിച്ചു. അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി 2 അംഗ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചു. അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചില പരാതികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തന മേഖലയിലെ ചില പരിമിതികളെ സംബന്ധിച്ച് വന്ന പരാതികളാണ്. അത് പരിശോധിക്കുന്നുണ്ട്. കമ്മീഷനെ വെച്ച് തന്നെയാണ് അത് പരിശോധിക്കുക. അതേതെങ്കിലും വ്യക്തിപരമായ പരിശോധനയല്ല. കാര്യങ്ങളാകെ പരിശോധിക്കുകയാണ് ചെയ്യുക. അത് സാധാരണ പാർട്ടി ശൈലിയാണ്. പിന്നെ പരിശോധനയിൽ വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്. മുതിർന്ന നേതാവിനെതിരെയാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ പരിശോധന ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള പരിശോധന അല്ല, അവിടെ വന്ന പരാതികളുടെ ഉള്ളടക്കം ഞാനിപ്പോൾ ഇവിടുന്ന് പറയുന്നില്ലല്ലോ. ബാക്കി നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പാർട്ടിയുടെ മുന്നിൽ വന്ന പരാതികളാണ്. ആ പരാതികളുടെ നിജസ്ഥിതി എന്താണ്, അതാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ടൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച പരിശോധനയല്ല അത്. പാർട്ടി രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ നടത്തുന്ന പരിശോധനയാണ്. ബാക്കി അതിൻ്റെ പരിശോധനയ്ക്ക് ശേഷമേ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയവർ പരിശോധിക്കാനില്ല. പക്ഷെ അവിടെ അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഇല്ലാത്ത കമ്മിറ്റിയാണ്. ഈ അമ്പലപ്പുഴയിലെ ഒരു അന്വേഷണം മാത്രമാണ് എന്തുകൊണ്ട് സംസ്ഥാന സമിതിയിലേക്ക് വന്നത്?
അവിടെ കമ്മീഷനെ വെക്കുകയും ചെയ്തു ജില്ലാ ഘടകം. രണ്ടും ചെയ്യാറുണ്ട്. താഴെ അന്വേഷണം നടത്താറുണ്ട്. ഈ അമ്പലപ്പുഴയിൽ മാത്രമൊന്നുമില്ല, അമ്പലപ്പുഴ എല്ലാത്ത മണ്ഡലങ്ങളും ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് താല്പര്യമുള്ള മണ്ഡലത്തിൻ്റെ പേര് പറയാന്നുള്ളതല്ലോ. നിങ്ങളുടെ മികച്ച മാതൃക എന്ന് പറഞ്ഞാൽ ഈ എല്ലാം അറിയുമ്പോഴും നിങ്ങൾക്ക് നാട്ടുകാർ അറിയണമെന്ന് തോന്നുന്നത് മാത്രം പറയുക എന്നുള്ളത് ഒരു ശൈലിയാണ്. ഇത് തെറ്റില്ല. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അടിത്തറ. ഞങ്ങളങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ കൽപ്പറ്റയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അവിടുത്തെ ജില്ലാ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പാലയിൽ അന്വേഷിക്കുന്നുണ്ട്, അവിടുത്തെ ജില്ലാ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളീ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ സ്നേഹപൂർവ്വം പറയേണ്ടി വരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ സതുദ്ദേശപരമായ പ്രവർത്തനങ്ങളാണ്, പാർട്ടിയുടെ പ്രവർത്തന രീതിയാണ്. അതിനെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളെങ്ങനെ ചെയ്യൂല? കൽപ്പറ്റയിലും പാലായിലും മത്സരിച്ചത് ഘടകകക്ഷി നേതാക്കളാണെന്നങ്ങ് പറഞ്ഞു. പക്ഷേ കുണ്ടറയിലും തൃപ്പൂണിത്തുറയിലും മത്സരിച്ചത് ഘടകകക്ഷി അമ്പലപ്പുഴയിൽ. അല്ല, CPM ആണ് മത്സരിച്ചത്. അത് ഞാൻ ചോദിച്ചത് കറക്റ്റാ, ശരിയായ ചോദ്യമല്ലേ. നമുക്ക് പാർട്ടി ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പരിശോധിക്കാം. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അളവിൽ കാര്യങ്ങളെ നീക്കാൻ പറ്റാത്തിടത്ത് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കും. അത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ള കാര്യമാണ്. കാരണം വലിയ വിജയത്തിൻ്റെ മുന്നിൽ വന്നു ചേർന്ന പരിമിതികളെ കാണാതെ പോകരുത്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് വ്യക്തി കേന്ദ്രീകൃതമല്ല. വിഷയങ്ങൾ പാർട്ടിക്ക് ഇത്തരം പരിമിതികൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും തിരുത്തലുകളുമാണ്. കൽപ്പറ്റയിലും പാലയിലും അന്വേഷിക്കുന്നത് സംസ്ഥാന നേതാക്കളാണോ അല്ല, അതവിടെ ചർച്ച ചെയ്തിട്ട് ജില്ലാ കമ്മിറ്റിയിൽ പോയി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം. ഈ കുറ്റിയാടിയിലെ പ്രകടനം പരാതികളുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ അദ്ദേഹം ഏതെങ്കിലും അവധി അപേക്ഷ പാർട്ടിക്ക് അദ്ദേഹം നൽകിയിരുന്നു പങ്കെടുക്കാത്തത് സംബന്ധിച്ച്. അതൊന്നും ഇപ്പം എനിക്ക് മറുപടി എന്താ സംഭവം, എന്താണ് പങ്കെടുക്കാതിരിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനും കഴിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മറ്റേ സർക്കാർ ഓഫീസിലെ മാതിരിയാണോ? ഉണ്ടോ? കുറ്റിയാടിയിലെ പ്രകടനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഘടനാ നടപടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നൽകിയിട്ടുണ്ട്. അല്ല, അത് പാർട്ടിയുടെ ഒരു പ്രോസസ്സാണ്. നടപടി എടുത്താൽ അപ്പീൽ കൊടുക്കാൻ കഴിയുമല്ലോ. അത് പാർട്ടിയുടെ ഒരു നടപടിക്രമമാണ്. ഈ ഒരു ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത് അല്ല, നിങ്ങൾ ഒരു ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഉത്തരം ഞാൻ പറയും എന്ന് കരുതുമോ? ഈ സംഘടനാ വിദ്യാഭ്യാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് ഇത്തരം ചില കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് പാർട്ടിയുടെ ഒരു ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിൻ്റെ പ്രതിലോമമായ സ്വഭാവങ്ങളുമുണ്ട്. അതിൻ്റെ സ്വാധീനം എല്ലാവരിലും വരും. പാർട്ടിയിൽ കുറഞ്ഞ സ്വാധീനമേ വരുള്ളൂ. പക്ഷേ ഈ പുതിയ കാലത്തെ നാനാവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ശരിയായ നിലയിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് നീങ്ങാൻ ആവശ്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുക, അത് ഒരു CPIMൻ്റെ ദൈനംദിന പ്രവർത്തന രീതിയായിട്ട് നമ്മൾ നടത്തിപ്പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. വലിയ ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്ക് വന്നേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല നിലയിൽ മനസ്സിലാക്കി മികച്ച പ്രവർത്തനം നടത്താൻ പാർട്ടി അംഗങ്ങളെ പരിശീലിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ
സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് ശ്രമത്തിന് ശേഷമുള്ള ആരോപണം അതിലെ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്നവരും അങ്ങനെ ആരോപണം നേരിടുന്നവരും പാർട്ടിയായിട്ട് ബന്ധമെന്ന് പറയും. ഇപ്പോൾ പല പീഡന കേസുകളിലും ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ അത്തരത്തിലുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും കൃഷിയിലും അല്ലെങ്കിൽ ഇത്തരം ആളുകളിലേക്ക് വരാതിരിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും പാർട്ടി? അതൊക്കെ നിങ്ങളുടെ ആരോപണങ്ങളാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പാർട്ടിക്കെതിരായിട്ട് എവിടെയെങ്കിലും ഒരു സംഭവം നടന്നോ, ആ നടന്നാൽ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കി ഇത് പാർട്ടിക്കെതിരാണോ എങ്കിൽ അതിനെ സമൂഹ മധ്യത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലുതാക്കി കാണിക്കുക. ഞാൻ പറയട്ടെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലുതാക്കി കാണിക്കുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക. വിപരീതാർത്ഥം ആണത്, ശരിയല്ല ഇപ്പം ഈ പറഞ്ഞത്. അപ്പോൾ പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ത്രീപക്ഷ കേരളം എന്നൊരു പരിപാടി നമ്മളെടുത്തു. നമ്മുടെ ഈ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇതൊരു കാര്യം എന്താ വെച്ചാൽ അത് കൊടുക്കാതിരിക്കാനില്ല. പങ്കെടുത്തിട്ടുണ്ട്, കൊടുത്തില്ല വെറുതെ. അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളെ മോശമായി കാണിക്കാൻ ദുഷ്പ്രചരണം നടത്താനുള്ള ദോഷൈക ദൃക്കുകളാണ് പലരും, എല്ലാവരും അല്ല. അത് സാരല്ല, അതൊക്കെ നടക്കുന്നു സമൂഹത്തിൽ. അങ്ങനെയല്ല, എല്ലാവരും ഞങ്ങളെക്കുറിച്ച് നന്നായി പറയുമെന്നുള്ള യാതൊരു വ്യാമോഹവും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരാതി ഈ അമ്പലപ്പുഴയിൽ മാത്രമാണ് വരുന്നത്. മറ്റൊരു സ്ഥലത്തും ഈ രീതിയിൽ നമ്മൾ കേട്ടറിയുള്ള അറിവേ ഉള്ളൂ കമ്മിറ്റിയിലൊന്നും. പക്ഷേ എങ്കിൽ പോലും ഇത്തരം ഒരു പരാതി അമ്പലപ്പുഴയിൽ മാത്രമാണ് വരുന്നത്. അതും ഉന്നതനായ ഒരു നേതാവിന്റെ പേരിലാണ് ആരോപണം ഉയർന്നത്. ഈ അമ്പലപ്പുഴയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം പാർട്ടിക്കെതിരായി കൊടുക്കാൻ പറ്റുന്നത് കിട്ടൂല. എല്ലാം ഉണ്ട്. അതൊക്കെ അതാത് ജില്ലാ കമ്മിറ്റികൾ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രവർത്തന പരിമിതികൾ പരിശോധിച്ച് അവരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് CPI അവരുടെ മുഖപത്രത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്കാരനായ ആൾക്കാർക്ക് ഇതിന് കൊട്ടേഷൻ സംഘങ്ങളായി മാറുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ CPI ഉന്നയിക്കുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലുള്ള പരാതികളാണ് CPIയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതും പാർട്ടി മുഖപത്രത്തിലാണ്. ഞാൻ നേരിട്ടല്ല പറയുന്നത്. അതിനെയൊക്കെ CPIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും കേസിൽ പെട്ട് കഴിയുമ്പോൾ അവരെ പുറത്താക്കുന്നത് അല്ല പാർട്ടി ഉത്തരവാദിത്വം. അവരെ ആ തരത്തിലേക്ക് വരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കലാണ് പാർട്ടി ഉത്തരവാദിത്വം. നമ്മുടെ സമൂഹത്തിലെ ദുഷിത പ്രവണതകൾ പാർട്ടിയിലേക്ക് വരുന്നത് പരിശോധിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് CPI. 5 ലക്ഷം പാർട്ടി അംഗങ്ങളുടെയും പാർട്ടിയിലും സമൂഹത്തിലുമുള്ള ഇടപെടലിനെ സൂക്ഷ്മ പരിശോധനയ്ക്ക് പാർട്ടി വിധേയമാക്കേണ്ടായി. വലിയൊരു എക്സർസൈസാണത്. പാർട്ടിയുടെ എല്ലാ ബ്രാഞ്ചുകളും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നേരിട്ട് പങ്കെടുത്ത് മണിക്കൂറുകളെടുത്ത് യോഗം ചേർന്നു. ഒരു ജില്ലാ കമ്മിറ്റി അംഗം ചിലപ്പോൾ 80-90 ദിവസം അതിനായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കി. അത് ഏരിയ തലത്തിൽ പരിശോധിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോയി പരിശോധിച്ചു. അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തിരുത്തലുകൾ പാർട്ടി നടത്തി. എല്ലാ വർഷവും ഈ ഒരു പരിശോധന ഇപ്പോൾ പാർട്ടിയിൽ തുടരുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുക. ആ നിലയിലാണ് CPIM ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ബാക്കി ഇപ്പോൾ CPIയും CPIMും തമ്മിൽ തർക്കമുണ്ടാക്കാനോ പറ്റിയൊരു വാർത്ത ഉണ്ടാക്കിയാൽ ഒരു പുതിയ വാർത്തയായിട്ട് കൊടുക്കാം. അതിനു വേണ്ടിയുള്ള ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉത്തരം പറയില്ല.
പാർട്ടി അംഗങ്ങളായ പാർട്ടി മത്സരിച്ച് ജയിച്ച ആൾക്കാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുള്ളൂ പാർട്ടി കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ടോ? മുമ്പാണെങ്കിൽ അത്തരം തിരുത്തൽ നടപടികൾ പാടില്ല നിർദ്ദേശിച്ചിരുന്നു. ഇത്തവണ അത്തരം എന്തെങ്കിലും നടപടികളുണ്ടായി? അല്ല, പാർട്ടിയിൽ അംഗങ്ങളായ എല്ലാ അംഗങ്ങളും പാർട്ടിയിൽ ചേർന്നതിൻ്റെ അപ്പം തന്നെ ഈ പറയുന്ന പൊതുബോധത്തിൽ എത്തണമെന്നില്ല, ഉയർന്ന നേതാക്കളെത്തണം. അപ്പോൾ അതിനുള്ള പരിശീലനത്തിലൂടെയാണ് അവർ ആവശ്യമായ പാർട്ടി വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ ഭാഗമായിട്ടത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ശാസ്ത്രയുക്തിബോധം ഉണ്ടാവുക എന്നത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സമൂഹത്തിലും അത്തരം ബോധം സൃഷ്ടിക്കപ്പെടണം. അത് ഒരു നല്ല സമൂഹത്തിന് അടിത്തറയായിട്ട് മാറുന്ന ഘടകമാണ്. അതുകൊണ്ടാണ് ഞങ്ങളതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നത്. പാർട്ടി അംഗമായ ഒരു മന്ത്രി ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ശ്രദ്ധിച്ചിരുന്നു, പരിശോധിച്ചിരുന്നു? പാർട്ടിയിലെ സ്ഥാനമാണ് പ്രധാനം. പാർട്ടി വിദ്യാഭ്യാസം കുറവായിരുന്നോ മന്ത്രിക്ക്? അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ മറുപടിയിൽ ആ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പാർട്ടി വിദ്യാഭ്യാസം നൽകുമോ ആവശ്യത്തിന്? പാർട്ടി വിദ്യാഭ്യാസം കൊടുക്കും എന്നിപ്പോൾ തീരുമാനിച്ചല്ലോ. പൊതുവെ വിപുലമായൊരു പാർട്ടി വിദ്യാഭ്യാസ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ സംസ്ഥാന കമ്മിറ്റി മുതൽ താഴെ ബ്രാഞ്ച് തലം വരെയുള്ള മുഴുവൻ പാർട്ടി അംഗങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പുനർവിദ്യാഭ്യാസവും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസവും പുനർവിദ്യാഭ്യാസവും ഉണ്ട് പാർട്ടിയിൽ. ഈ പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്നുള്ളത് മന്ത്രിയോട് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കോണത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടോ? അതിൽ ഇനി അധികം ചോദ്യം വേണ്ട.